അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അതിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? എല്ലാ ആറ്റത്തിൻ്റെയും സെന്ററിൽ എന്തുണ്ട്? ഒരു സ്മോൾ പോർഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. ഓക്കെ. ആറ്റത്തിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും എ നമ്പർ ഓഫ് സർക്കുലർ പാത്ത് ഉണ്ട്. കുറേ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ സമയത്ത് പ്രോട്ടോണെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പൊ ആറ്റത്തിന്റെ മാസിന് കാരണമായ പ്രോട്ടോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ കുറവാണ്. ആറ്റത്തിന്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വെരി വെരി സ്മോൾ. ഏതുപോലെ? ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്ററിൽ നമ്മൾ ഒരു ക്രിക്കറ്റ് ബോൾ വെക്കുക. ഒരു സർക്കിൾ, അതിന്റെ സെന്ററിൽ നമ്മൾ എന്ത്? ഒരു ക്രിക്കറ്റ് ബോൾ. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയെന്ന് അറിയാം? 5 കിലോമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിങ്ങൾ എന്ത് വെക്കുക? ഒരു ക്രിക്കറ്റ് ബോൾ വെക്കുക. ഒരു ബോൾ വെക്കുക, ഒരു ക്രിക്കറ്റ് ബോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ബോൾ വെക്കുക. എന്നിട്ട് 5 കിലോമീറ്റർ, 5 മീറ്റർ അല്ല, 5 കിലോമീറ്റർ ആണ് ഈ സ്റ്റേഡിയത്തിന്റെ റേഡിയസ് എങ്കിൽ, 5 കിലോമീറ്റർ റേഡിയസ് ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് എങ്കിൽ, അപ്പൊ എത്രയും വലിയ സൈസ് ആയിരിക്കും? അപ്പൊ 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ സൈസ് എത്രയാണോ അതാണ് ആറ്റത്തിന്റെ സൈസ്. ആ ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിൽക്കുന്ന ചെറിയൊരു ബോളില്ലേ, ക്രിക്കറ്റ് ബോൾ, ക്രിക്കറ്റ് ബോൾ, ആ ക്രിക്കറ്റ് ബോളിന്റെ സൈസ് ആണ് ന്യൂക്ലിയസ്. അപ്പൊ 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സൈസാണ് ആറ്റത്തിന്. ന്യൂക്ലിയസിനോ ആ 5 കിലോമീറ്റർ റേഡിയസിന്റെ സെന്ററിൽ നിങ്ങൾ ഒരു ക്രിക്കറ്റ് ബോൾ വെച്ച് കഴിഞ്ഞാൽ അതാണ് ന്യൂക്ലിയസിന്റെ സൈസ്. പക്ഷെ ആറ്റത്തിന്റെ മുഴുവൻ മാസും ആ വെരി സ്മോൾ സൈസിലാണ് നിൽക്കുന്നത്. അതായത് ആറ്റത്തിന്റെ മാസിന്റെ കാരണമായ പ്രോട്ടോൺ, അന്ന് ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ പ്രോട്ടോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ സ്മോൾ പോർഷനിലാണ്. ഇന്ന് നമുക്കറിയാം, റൂദർഫോർഡ് പറഞ്ഞ കാര്യം ശരിയാണ്. ആ സ്മോൾ പോർഷനെ ഇപ്പോഴും എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോണ് കൂടാതെ ആരും കൂടി ഉണ്ട്? ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ വലിയൊരു സൈസുള്ള ഒരു ആറ്റത്തിന്റെ സെന്ററില് ഒരു സ്മോൾ പോർഷനിൽ ആര് നിൽക്കുന്നുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും നിൽക്കുന്നുണ്ട് എന്ന് ഇന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പൊ അന്നത്തെ കാര്യം പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ ആണ്, അതാണ് മാസിന്റെ കാരണം, അതാണ് ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആ ആറ്റത്തിന്റെ സൈസ് ഞാനൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. ആറ്റത്തിന്റെ സൈസ് ന്യൂക്ലിയസിന്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന്റെ സെന്ററിൽ ഒരു ക്രിക്കറ്റ് ബോൾ വെക്കുക. ആ ക്രിക്കറ്റ് ബോളിന്റെ സൈസാണ് ന്യൂക്ലിയസിന്റെ സൈസ്. ആ 5 കിലോമീറ്റർ റേഡിയസ് ആണ് ആറ്റത്തിന്റെ സൈസ്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കമ്പാരിസൺ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. ബോർ അറ്റോമിക് മോഡൽ. യഥാർത്ഥത്തിൽ ബോർ അറ്റോമിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂദർഫോർഡിന്റെ, അതായത് തോംസൺ കുറെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് തോംസൺ മോഡൽ ഉണ്ടാക്കി. പക്ഷെ റൂദർഫോർഡ് കുറെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് തോംസൺ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റൂദർഫോർഡ് മോഡൽ. ഇനി റൂദർഫോർഡ് മോഡൽ തന്നെ അത് തെറ്റാണോന്ന് ശരിയാണോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, സയന്റിസ്റ്റ് സാധാരണ എന്താ ചെയ്യുക? ഒന്നുകിൽ ഒരു റിസൾട്ട് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു കാര്യം തെറ്റാണെന്ന്, റൂദർഫോർഡ് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂദർഫോർഡിന്റെ തെറ്റന്നെ. ഇനി അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമുക്ക് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരാൾ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കുക.
അപ്പം ആ എക്സ്പെരിമെന്റ് വിജയിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് ശരിയാണെന്നാണ് അർത്ഥം. അതായത് 2 വിധത്തിലാണ് സയന്റിസ്റ്റ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഒന്നുകിൽ ശരിയാണെന്ന് നോക്കും. അപ്പൊ ശരിയാണെന്ന് നോക്കുന്നത് എങ്ങനെയാണ്? അവരെ റിസൾട്ട് അതേമാതിരി വീണ്ടും കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. തെറ്റാണെന്ന് എങ്ങനെ നോക്കുക? തെറ്റാണെന്ന് നോക്കും. അപ്പൊ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് ശരിയാണ് കേട്ടോ. അപ്പം റൂദർഫോർഡ് ഈ കാര്യം പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള പല സയന്റിസ്റ്റുകളും അത് ആ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. അപ്പൊ ബോർ കുറേ എക്സ്പെരിമെന്റുകൾ നടത്തിയതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്? റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. പക്ഷെ അത് വെച്ചിട്ട് ആറ്റത്തിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോഡൽ ഇവർ കൊണ്ടുവന്നത്? ആറ്റത്തിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആറ്റത്തിന്റെ ഷേപ്പ്, ആറ്റത്തിന്റെ എനർജി, ആറ്റത്തിൽ എന്താണുള്ളത്? ഇലക്ട്രോണിന്റെ എനർജി, അതേപോലെ ഇലക്ട്രോണിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, ആറ്റം എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അതിന്റെ ബോണ്ടിങ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അറ്റോമിക് മോഡൽ ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പൊ റൂദർഫോർഡ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. പക്ഷെ റൂദർഫോർഡ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായി. പക്ഷെ അത് ഉപയോഗിച്ചിട്ടും ആറ്റത്തിന്റെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? റൂദർഫോർഡ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബോർ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തു. ഓക്കെ. അങ്ങനെ അദ്ദേഹം ചില കൺക്ലൂഷൻ, ചില റിസൾട്ട് കിട്ടി, ചില ജനറലൈസേഷൻ കിട്ടി. അതാണ് ബോറിന്റെ പോസ്റ്റുലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ആ പോസ്റ്റുലേറ്റ് ഒന്ന് നോക്കാം. ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. പോസ്റ്റുലേറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. അപ്പൊ ആറ്റത്തെ സംബന്ധിച്ച ബോറിന്റെ ജനറലൈസേഷൻ, അതായത് ബോർ കുറെ എക്സ്പെരിമെന്റ് നടത്തി, അതിന്റെ റിസൾട്ട്, അതിന്റെ കൺക്ലൂഷൻ, അതാണ് പോസ്റ്റുലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ജനറൽ പോയിന്റ്സ്, ബോറിന്ന് എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ അല്ലെങ്കിൽ ജനറൽ പോയിന്റ്സ്, പൊതുതത്വങ്ങൾ, അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഓൾ ആറ്റംസ്. ഒന്നാമത്തത് എന്താണ്? ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് റൂദർഫോർഡ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. അതാണ് ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഓക്കെ. ഓൾ ആറ്റംസ് കണ്ടെയ്ൻ എ സ്മോൾ പോർഷൻ കോൾഡ് ന്യൂക്ലിയസ് which is present at the center of an atom. The total mass of an atom is located at the nucleus. The electron moves. അപ്പൊ ഇതുവരെ ശരിയാണ്. നോക്കി നിങ്ങൾ, ഒന്നാമത്തെ പോസ്റ്റുലേറ്റിന്റെ ഇതുവരെ ബോറിൻ്റെതും റൂദർഫോർഡിന്റെയും ശരിയാണ്. ഇതുവരെ എല്ലാ ആറ്റത്തിനും ചെറിയൊരു സ്മോൾ പോർഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തത് ന്യൂക്ലിയസിലാണ്. അതുവരെ റൂദർഫോർഡ് പറഞ്ഞത് ശരിയാണ്. റൂദർഫോർഡ് പറഞ്ഞ എല്ലാതും ശരിയാണ് കേട്ടോ. പക്ഷെ എല്ലാ ആറ്റത്തിന്റെ സെന്ററിലും ഒരു സ്മോൾ പോർഷൻ ഉണ്ട്. ഈ സ്മോൾ പോർഷനിലാണ് ആറ്റത്തിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് റൂദർഫോർഡ് പറഞ്ഞത് 100% കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ബോറിന്റെ പോസ്റ്റുലേറ്റിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റിന്റെ ഫസ്റ്റ് ഭാഗം ബോറിന്റെ പോസ്റ്റുലേറ്റ് കുറെ പോസ്റ്റുലേറ്റ് ഉണ്ട്. ബോറിന്റെ കുറെ പോസ്റ്റുലേറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റിന്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞതാണ്? റൂദർഫോർഡ് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടുന്നാണ് ഇലക്ട്രോൺ മൂവ്സ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർട്ടൻ സെലക്ടഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അപ്പം റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? ന്യൂക്ലിയസിന് ചുറ്റും എ നമ്പർ ഓഫ് സർക്കുലർ പാത്ത് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ലാർജ് നമ്പർ ഓഫ് സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിലൂടെ ഒക്കെ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. പക്ഷെ ബോർ പറയുന്നത് അങ്ങനല്ല. ബോർ പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്ത് ഉണ്ട്, പക്ഷെ കുറെ സർക്കുലർ പാത്ത് ഒന്നുമില്ല. ഡെഫിനിറ്റ് നമ്പർ ഓഫ് സർക്കുലർ പാത്ത് ആണുള്ളത്. ഈ സർക്കുലർ പാത്തിലൂടെ മാത്രമേ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും കുറെ സർക്കുലർ പാത്ത് ഒന്നുമില്ല, പക്ഷെ
വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തമായി നിർവചിച്ചിട്ടുള്ള കുറേ ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റിലൂടെ മാത്രമേ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റൂ. അതിന് തോന്നിയ പോലെ ഇപ്പൊ ന്യൂക്ലിയസിന്റെ ചുറ്റും 1 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ന്യൂക്ലിയസിന്റെ ചുറ്റും 1 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അതേപോലെ 1.1 റേഡിയസിലുള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുക. അതേപോലെ 1.2, അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി നമ്പർ ഓഫ് സർക്കുലർ പാത്ത് വരക്കാം. ഇതിലൂടെ ഒക്കെ ഇലക്ട്രോൺ പോകുമെന്നാണ് റൂദർഫോർഡ് പറയുന്നത്. പക്ഷെ ബോർ പറഞ്ഞത് അങ്ങനെ ഒന്നും പോകില്ല. ന്യൂക്ലിയസിന് ചുറ്റും 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലൂടെ ഒരു ഇലക്ട്രോൺ പോവുക എന്ന് വിചാരിക്കുക. അടുത്ത ഇലക്ട്രോൺ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലൂടെ പോകണമെന്ന് നിർബന്ധമല്ല കേട്ടോ. അപ്പൊ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലൂടെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതേ ഇലക്ട്രോണിന് തന്നെ ചിലപ്പം 1.1ലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. 1ലൂടെ മൂവ് ചെയ്യാം, 5ലൂടെ മൂവ് ചെയ്യാം, 10ലൂടെ മൂവ് ചെയ്യാം, 15 സെന്റിമീറ്റർ റേഡിയസിലൂടെ മൂവ് ചെയ്യാം. അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓരോ ആറ്റത്തിനും തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. ഓരോ ആറ്റത്തിനും വ്യത്യസ്തമാണ്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും കുറേ സർക്കുലർ പാത്ത് ഉണ്ട്. പക്ഷെ ഈ സർക്കുലർ പാത്തിലൂടെ ഒന്നും എല്ലാ സർക്കുലർ പാത്തിലൂടെയും ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ന്യൂക്ലിയസിന് ചുറ്റും വ്യക്തമായ ചില ഓർബിറ്റുകളുണ്ട്, അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ദ ഇലക്ട്രോൺ മൂവ്സ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ certain ചില നിശ്ചിത സെലക്റ്റഡ് സർക്കുലർ പാത്ത്. ന്യൂക്ലിയസിന് ചുറ്റും ചില നിശ്ചിത സെലക്ട് ചെയ്തിട്ടുള്ള ചില സർക്കുലർ പാത്ത് ഉണ്ട്. അതിലൂടെ മാത്രമേ ഇലക്ട്രോണിന് പോകാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പൊ റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റും അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞതാണ് ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പൊ എന്താണ് ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്? All atoms contain a small portion called nucleus which is present at the center of an atom. The total mass of an atom is located at the nucleus. The electron moves around the nucleus in certain selected circular path called orbits. അപ്പൊ certain selected എന്നുള്ളൊരു പോയിന്റ്, ചില നിശ്ചിത തെരഞ്ഞെടുത്ത സർക്കുലർ പാത്തിലൂടെ മാത്രമേ ഇലക്ട്രോൺ പോവുള്ളൂ. അതായത് ഒരു ന്യൂക്ലിയസിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ കൂടെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക കേട്ടോ. വേറൊരു ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യുള്ളൂ? 5ാമത്തെ സെന്റിമീറ്റർ, ന്യൂക്ലിയസിന് ചുറ്റും 5 സെന്റിമീറ്റർ അകലെയുള്ള ഓർബിറ്റിലൂടെ പോവുള്ളൂ. അങ്ങനെയൊക്കെ പോകുള്ളൂ. അല്ലാതെ 1ലൂടെ പോവുക, 1.1ലൂടെ പോവുക, 1.2 അങ്ങനെ ഇഷ്ടമുള്ള പാത്തിലൂടെ പോകാൻ പറ്റില്ല. ചില സെലക്റ്റഡ് പാത്തിലൂടെ മാത്രമേ, ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താന്ന് പറഞ്ഞു? ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റ് എന്ന സർക്കുലർ പാത്തിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഫിക്സ്ഡ് എനർജി ആയിരിക്കും ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയസിന് ചുറ്റും 1ാമത്തെ റേഡിയസിലൂടെ 1ാമത്തെ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പർട്ടിക്കുലർ എനർജി ആയിരിക്കും ഉണ്ടാവുക. കാരണം അത് ന്യൂക്ലിയസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ 2ാമത്തെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പർട്ടിക്കുലർ എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഒരു ഫിക്സ്ഡ് എനർജി. അതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കല്ല് ഒരു ചരടിന്റെ അറ്റത്ത് കെട്ടുക, എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അതിന് ഏത് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുക? ഏത് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുക കേട്ടോ. 1 സെന്റിമീറ്റർ റേഡിയസിൽ, 1.1 റേഡിയസിലൊക്കെ അത് മൂവ് ചെയ്യും. അപ്പോൾ ഓരോ റേഡിയസിലൂടെ മൂവ് ചെയ്യുമ്പോഴും അതിന് ഡിഫറെന്റ് എനർജി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആറ്റത്തിലെ ഇലക്ട്രോൺ അങ്ങനെയല്ല കേട്ടോ. അത് certain ഡിസ്റ്റൻസിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായി അതിനൊരു ഫിക്സ്ഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഈ ഫിക്സ്ഡ് എനർജിക്കാണ് ക്വാണ്ടൈസേഷൻ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.